പുതിയ ആർച്ച് ബിഷപ്പുമാർക്ക് പാലിയം ധരിപ്പിക്കൽ ചടങ്ങ് വത്തിക്കാനിൽ പുനഃസ്ഥാപിച്ച് ലെയോ പാപ്പ. പുതിയതായി മെത്രാപ്പോലിത്തമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്ഥാനിക ചിഹ്നമായ പാലിയം, ഉത്തരീയം, വെഞ്ചരിക്കലും ധരിപ്പിക്കലും വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിനമായ ജൂൺ 29 നടക്കും. പ്രഥമ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസിന്റെ പരമാധികാരത്തിൽ സഭയിലെ പുതിയ മെത്രാപ്പൊലിത്തമാരുടെ പങ്കുചേരലും സഭാതലവനായ പാപ്പായോടുള്ള വിധേയത്വവുമാണ് പാലിയം അണിയിക്കലിലൂടെ പ്രതീകാത്മകമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. പുതിയ മെത്രാപ്പൊലിത്തമാർ വത്തിക്കാനിൽ പാലിയം സ്വീകരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ നിർത്തലാക്കിയിരുന്നു. മെത്രാപ്പൊലിത്തമാർ അവരുടെ സ്വന്തം അതിരൂപതകളിൽ പാലിയം സ്വീകരിക്കണമെന്നാണ് ഫ്രാൻസിസ് പാപ്പ നിഷ്കർഷിച്ചിരുന്നത്. പ്രാദേശിക സഭകളുമായി ഐക്യപ്പെടുന്നതിനായി പുതിയ മെത്രാപ്പൊലിത്തമാർ പാലിയം സ്വീകരിക്കുന്നത് അവരുടെ സ്വന്തം അതിരൂപതകളിലായിരിക്കണമെന്നായിരുന്നു ഫ്രാൻസിസ് പാപ്പായുടെ നിർദ്ദേശം. എന്നാൽ ഈ ചടങ്ങ് വത്തിക്കാനിൽ നടത്തുവാനാണ് ലെയോ 14 പാപ്പ നിർദ്ദേശിച്ചത്. മെട്രോപൊളിറ്റൻ മെത്രാപ്പൊലിത്തമാർക്ക് തങ്ങളുടെ സഭാധികാര പരിധിയിലുള്ള മറ്റു സാമന്ത രൂപതകളുടെ മേലുള്ള അധികാരത്തിന്റെ അടയാളം കൂടിയാണ് പാലിയം. ജൂൺ 29 പുതിയ മെത്രാപ്പൊലിത്തമാർക്ക് പാപ്പ പാലിയം ആശീർവദിച്ച് അണിയിക്കുകയായിരുന്നു സഭയുടെ പാരമ്പര്യം. പ്രാദേശിക സഭകളുമായി ഐക്യപ്പെടുന്നതിനാണ് 2015 മുതൽ പുതിയ മെത്രാപ്പൊലിത്തമാർ പാലിയം സ്വീകരിക്കുന്നത് അവരുടെ സ്വന്തം അതിരൂപതകളിലായിരിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശിച്ചത്. വെഞ്ചരിപ്പും കൈമാറ്റവും മാത്രമാണ് ജൂൺ 29 നടന്നിരുന്നത്. പിന്നീട് മറ്റൊരു ദിവസം അതാത് അതിരൂപതകളിൽ അപ്പസ്തോലിക് ന്യൂൻഷ്യോ പാലിയം ധരിപ്പിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാ ചടങ്ങും വത്തിക്കാനിൽ ഒരു ദിവസം തന്നെ നടത്തുവാനാണ് പുതിയ തീരുമാനം.